യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എനിക്കത് എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പ്രണയം നടിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ശരീരം മോഹിച്ചിട്ടായിരിക്കാം. അപ്പം ഇപ്പം ഞാൻ പറയും, ശരീരം മോഹിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, എന്താ ഉള്ളത്, ഒക്കെ വെച്ച് പിടിപ്പിച്ചതല്ലേ, അല്ലെങ്കിൽ സിലിക്കൺ അല്ലേ, ഇത് വെച്ച് പിടിപ്പിച്ചതല്ലേ, അത്രയും റിയൽ അല്ല. അല്ലോ, ഞാൻ റിയൽ അല്ല. എന്നിരുന്നാലും കൂടെ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ആൺപിള്ളേർ, ആണുങ്ങൾ വരുന്നുമുണ്ട്, വന്നിട്ടുമുണ്ട്. പക്ഷെ അവരൊക്കെ വന്ന് അവരുടെ ലൈഫിൽ അവർ ഹാപ്പി ആക്കി അവർ പോയി കഴിഞ്ഞാൽ തിരിഞ്ഞ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ വരുന്നവരെ അല്ലെങ്കിൽ വന്നവരെ ചിലപ്പോൾ ശരീരം കണ്ടിട്ടായിരിക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ. അവരുടെ അടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടും ഒരു യൂസ് ആൻഡ് ത്രോ ക്ലാസ് ആണ്, അല്ലെങ്കിൽ കറിയിലെ കറിവേപ്പിലയാണ്. ഒരു വട്ടം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് എടുത്ത് കളയുവാണ് ഞങ്ങളെന്നെ. മീൻസ് ഞങ്ങളെ എനിക്കല്ല, സോറി, എന്നെ. എനിക്കത് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പൈസ, ഇപ്പം ഞാൻ വലിയ കോടീശ്വരൻ അല്ലെങ്കിലും കൂടെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആരും ഇല്ലാത്ത സമയത്ത്, എനിക്ക് ഫാമിലി ഇല്ല, ആരും ഇല്ലാത്ത സമയത്ത് എൻ്റെ കൂടെ നിന്നിരുന്ന 3 വർഷം നിന്നിരുന്നവന് ഞാനൊരു 7-8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. കാരണം വേറെ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നതും അവൻ സമ്പാദിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ അവൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതിപ്പം ഞാൻ ഒരിക്കലും കണക്ക് പറഞ്ഞതല്ല, പക്ഷെ ആ ബന്ധം ഇപ്പം നിലനിൽക്കാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണ്. വരുന്നവരൊക്കെ അത് യൂസ് ചെയ്യാനായിട്ട് വരുവാണ്, ശരീരം യൂസ് ചെയ്യുന്നു. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ തിരക്കുകളാണ്, ബിസിയാണ്, ഫോൺ ബ്ലോക്ക് ചെയ്യുന്നു, മെസ്സേജുകൾ ഉണ്ടായിരിക്കില്ല, അങ്ങനെ 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 നഷ്ടപ്പെടുവാണ്. ആരും നിലനിന്ന് പോകുന്നില്ല. അപ്പം ഇനിയെങ്കിലും ആരെയെങ്കിലും സ്നേഹവും പ്രണയവും നടിച്ച് വരുന്നുണ്ടെങ്കിൽ ജെന്യുവനായിട്ട് വരിക. ഇനിയും അങ്ങനെ ഓരോ ചതിക്കൂലി വിടാൻ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാനോ സമയം കളയാനോ എനിക്ക് വയ്യ. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇനി എത്ര കാലം ജീവിതം ഉണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എല്ലായിടത്തോളം കാലം ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊരാഗ്രഹം.